പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ PSC നടത്തിയ ഒരു ഓൺലൈൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അതൊന്ന് നമുക്ക് ആൻസർ ചെയ്ത് പഠിക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവരിൽ 1930 മലബാറിൽ നടന്ന ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധമില്ലാത്തവർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ഏതാണ്? സി മാത്രം ശരി. TK മാധവൻ, ഇക്കണ്ട വാര്യർ. TK മാധവനും ഇക്കണ്ട വാര്യരുമാണ് 1930 മലബാറിൽ നടന്ന ഉപ്പു സത്യാഗ്രഹമായി ഇതിൽ പറഞ്ഞതിൽ ബന്ധമില്ലാത്തവർ. അപ്പോൾ ബന്ധമുള്ളവർ ആരൊക്കെയായിരിക്കും? മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്, K കേളപ്പൻ, മുയ്യാരത്ത് ശങ്കരൻ, P കൃഷ്ണപിള്ള, RV ശർമ്മ, E മൊയ്തു മൗലവി. ഇതൊക്കെ 1930 ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധം ഉള്ളവരാണ്. ബന്ധമില്ലാത്തവരാണ് TK മാധവനും ഇക്കണ്ട വാര്യരും. അടുത്ത ക്വസ്റ്റ്യൻ, സർദാർ KM പണിക്കർ കേരള സിംഹം എന്ന ചരിത്ര നോവലിൽ കേന്ദ്ര കഥാപാത്രം ആക്കിയിരിക്കുന്നത് ആരെയാണ്? സർദാർ KM പണിക്കരുടെയാണ് കേരള സിംഹം എന്ന ചരിത്ര നോവൽ. അതിൽ കേന്ദ്ര കഥാപാത്രം ആക്കിയിരിക്കുന്നത് ആരെയാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. പഴശ്ശിരാജയാണ് കേരള സിംഹത്തിലെ കേന്ദ്ര കഥാപാത്രമാക്കിയിരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ 4 സമ്മേളനങ്ങൾ കാലഗണന ക്രമത്തിൽ നൽകിയിരിക്കുന്നു. ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ്. സി മാത്രം ശരി. ഏതാണ്? ബോംബെ, കൽക്കട്ട, മദ്രാസ്, അലഹബാദ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ 4 സമ്മേളനങ്ങൾ നടന്നത് കാലഗണനാ ക്രമത്തിലെ ബോംബെ, കൽക്കട്ട, മദ്രാസ്, അലഹബാദ് എന്നീ സ്ഥലങ്ങളിലാണ്. അടുത്തത്, 1931 മാർച്ച് 23 ഭഗത് സിംഗിനോടൊപ്പം ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ വിപ്ലവകാരികൾ. ആൻസർ ഓപ്ഷൻ എ ആണ്. എ മാത്രം ശരി. രാജ്ഗുരു, സുഖദേവ്. 1931 മാർച്ച് 23 ഭഗത് സിംഗിനോടൊപ്പം ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ വിപ്ലവകാരികൾ രാജ്ഗുരുവും സുഖദേവുമാണ്. താഴെ പറയുന്നവരിൽ ആരാണ് 1936 തൃശ്ശൂരിൽ നടന്ന ഇലക്ട്രിസിറ്റി സമരത്തിന് നേതൃത്വം നൽകിയത്? താഴെ പറയുന്നവരിൽ ആരാണ് 1936 തൃശ്ശൂരിൽ നടന്ന ഇലക്ട്രിസിറ്റി സമരത്തിന് നേതൃത്വം നൽകിയത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. എന്താണ്? ഇക്കണ്ട വാര്യരാണ് തൃശ്ശൂരിൽ നടന്ന ഇലക്ട്രിസിറ്റി സമരത്തിന് നേതൃത്വം നൽകിയത്. ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജിക്ക് ബ്രിട്ടീഷുകാർ 6 വർഷത്തെ ജയിൽ ശിക്ഷ വിധിച്ചത്? ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജിക്ക് ബ്രിട്ടീഷുകാർ 6 വർഷത്തെ ജയിൽ ശിക്ഷ വിധിച്ചത്? ഓപ്ഷൻ സി ആണ്. നിസ്സഹകരണ പ്രസ്ഥാനം. താഴെ പറയുന്ന സംഘടനകളിൽ പാലിയം സത്യാഗ്രഹ സമരവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ആണ് പാലിയം സത്യാഗ്രഹവുമായി ബന്ധമില്ലാത്തത്. അപ്പോൾ ബന്ധമുള്ളത് ഏതൊക്കെയാണ്? കൊച്ചി, രാജപ്രജാമണ്ഡലം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, SNDP. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത്? ഓപ്ഷൻ ബി ആണ്. 19 ഏപ്രിൽ 1975. 1975 ഏപ്രിൽ 19 ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത്. തെറ്റായത് കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് തെറ്റായത്. ആത്മാനുതാപം, ബാഗ്ഭടാനന്ദൻ. തെറ്റായത് കണ്ടെത്തുക എന്നതാണ്. ആത്മാനുതാപം, ബാഗ്ഭടാനന്ദൻ. അതാണ് നമ്മളുടെ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് തെറ്റായിട്ട് ഉള്ളത്. ആത്മാനുതാപം ബാഗ്ഭടാനന്ദൻ്റെ അല്ല. ആത്മാനുതാപം കുര്യാക്കോസ് ഏലിയാസച്ചൻ്റെയാണ്. ഏലിയാസച്ചൻ രചിച്ചതാണ് ആത്മാനുതാപം. അപ്പം ഇതൊക്കെ ഏതാന്ന് നോക്കാം. ദർശനമാല ശ്രീനാരായണ ഗുരു, പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികൾ, കണ്ണീരും കിനാവും VT ഭട്ടതിരിപ്പാട്, ആത്മാനുതാപം കുര്യാക്കോസ് ഏലിയാസച്ചൻ.
അടുത്തത് 1924 ഹാരപ്പൻ സംസ്കാരത്തിന്റെ കണ്ടെത്തൽ പ്രഖ്യാപിച്ച ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആരാണ്? 1924 ഹാരപ്പൻ സംസ്കാരത്തിന്റെ കണ്ടെത്തൽ പ്രഖ്യാപിച്ച ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ഓപ്ഷൻ ബി ആണ്, ജോൺ മാർഷൽ ആണ്. ജോൺ മാർഷൽ. സസ്യശാസ്ത്രം, ജൈവ വർഗീകരണ ശാസ്ത്രം എന്നീ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകി ഈ അടുത്ത കാലത്ത് അന്തരിച്ച സസ്യശാസ്ത്രജ്ഞൻ ഓപ്ഷൻ എ ആണ്, ഡോക്ടർ കെ എസ് മണിലാൽ. സസ്യശാസ്ത്രം, ജൈവ വർഗീകരണ ശാസ്ത്രം എന്നീ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകി ഈ അടുത്ത കാലത്ത് അന്തരിച്ച സസ്യശാസ്ത്രജ്ഞനാണ് ഡോക്ടർ കെ എസ് മണിലാൽ. ഡോക്ടർ കെ എസ് മണിലാൽ ആരായിരുന്നു? ഹോർത്തൂസ് മലബാറിക്കൂസിനെ പുനർജന്മമേകിയ സസ്യശാസ്ത്രജ്ഞൻ എന്നാണ് അറിയപ്പെടുന്നത്. ഹോർത്തൂസ് മലബാറിക്കൂസിനെ പുനർജന്മമേകിയ സസ്യശാസ്ത്രജ്ഞൻ ആരാണ്? ഡോക്ടർ കെ എസ് മണിലാൽ. എന്താണ് അങ്ങനെ പറയുന്നത്? കേരളത്തിലെ സസ്യസമ്പത്തിനെ കുറിച്ചുള്ള ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന പ്രാചീന ലാറ്റിൻ ഗ്രന്ഥം ഇംഗ്ലീഷിലും മലയാളത്തിലും ആദ്യമായിട്ട് പരിഭാഷപ്പെടുത്തിയ ഗവേഷകനാണ് ഡോക്ടർ കെ എസ് മണിലാൽ. ഇനി അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ കൃത്രിമ ബുദ്ധി അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെട്ടത് ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ AI യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെട്ടത് ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ സി, മഹാരാഷ്ട്ര. താഴെ പറയുന്നവയിൽ അജ്മീറിനടുത്ത് ആരവല്ലി പർവ്വതനിരയിൽ നിന്നും ഉത്ഭവിക്കുന്ന ലൂണി നദിയുടെ പോഷക നദികളിൽ പെടാത്തത് ഏത്? അജ്മീറിനടുത്ത് ആരവല്ലി പർവ്വതനിരയിൽ നിന്നും ഉത്ഭവിക്കുന്ന ലൂണി നദിയുടെ പോഷക നദികളിൽ പെടാത്തത് ഓപ്ഷൻ സി, ബേത്വയാണ്. ഓപ്ഷൻ സി, ബേത്വ. അപ്പോൾ ലൂണി നദിയുടെ പോഷക നദികളിൽ പെടാത്തത് ഏതാണ്? ബേത്വ. അപ്പം ലൂണി നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? ലിൽറി, സുക്രി, ജവായി. അപ്പം ലൂണി നദിയെക്കുറിച്ച് ഒന്ന് നോക്കാം. ലൂണി നദി എന്ന് പറയുന്നത് ഏതാണ്? താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ലൂണി. ലവണമതി എന്നറിയപ്പെടുന്ന നദി കൂടിയാണ് ലൂണി. ലവണം എന്ന് പറയുന്നത് എന്താണ്? ഉപ്പ്. ഉപ്പ് നദി എന്നറിയപ്പെടുന്നത് ലൂണി നദിയാണ്. അപ്പോൾ ഇന്ത്യയിലെ ഉപ്പ് നദി എന്നറിയപ്പെടുന്നത് ഏതാണ്? ലൂണിയാണ്. അത് എവിടെയാണ്? താർ മരുഭൂമിയിലൂടെയാണ്. രാജസ്ഥാനിലെ താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ലൂണി. ലൂണി നദിയുടെ ഉത്ഭവം ആരവല്ലിയിലെ പുഷ്കർ താഴ്വരയിൽ നിന്നാണ്. സാഗർമതി എന്നറിയപ്പെടുന്നതും ലൂണി നദിയാണ്. അപ്പോൾ സാഗർമതി എന്നറിയപ്പെടുന്നതും ലൂണി നദിയാണ്. ലൂണി നദിയുടെ പോഷക നദികളാണ് നമ്മളിപ്പോൾ കണ്ടത്. ലിറി, സുക്രി, ജവായി. പിന്നെ ഒരെണ്ണം കൂടിയുണ്ട്, ഖാരി. രാജസ്ഥാനിലെ ഇരട്ട നഗരങ്ങളായ സുമേർപൂരും ഷിയോഗബ്ജും നദിക്കരയിലാണ് ജവായി നദി. അതായത് രാജസ്ഥാനിലെ ഇരട്ട നഗരങ്ങളായ സുമേർപൂരും ഷിഗോഗബജ്ജും ആ നദിക്കരയിലാണ്, ലൂണി നദിക്കരയിലാണ്. ലൂണി നദിയുടെ പോഷക നദിയായ ജവായി നദിക്കരയിലാണ് രാജസ്ഥാനിലെ ഇരട്ട നഗരങ്ങളായ സുമേർപൂരും ഷിയോഗജ്ജും. കരബന്ധിത നദിക്ക് ഉദാഹരണമാണ് ലൂണി. കരയുമായി ബന്ധിച്ച് ഉള്ള നദിയാണ് ലൂണി. ലൂണി പതിക്കുന്നത് ഗുജറാത്തിലെ ഗൾഫ് ഓഫ് കച്ചിലെ റാൻ ഓഫ് കച്ചിലാണ്. അപ്പോൾ ലൂണി നദി പതിക്കുന്നത് ഗുജറാത്തിലെ ഗൾഫ് ഓഫ് കച്ചിലെ റാൻ ഓഫ് കച്ചിലാണ്. അത്രയേ ഉള്ളൂ ലൂണി നദിയെക്കുറിച്ച് പറയാനുള്ളത്. അടുത്തത്, സമുദ്രതീരങ്ങളിലെ പാറക്കെട്ടുകളിൽ തുടർച്ചയായി തിരമാല അടിക്കുമ്പോൾ തിരശീലകൾ അപരദനത്തിലൂടെ നീക്കം ചെയ്യപ്പെടുന്നതിൻ്റെ ഫലമായി രൂപപ്പെടുന്ന ചെങ്കുത്തായ കരഭാഗം അറിയപ്പെടുന്ന പേരെന്ത്? ഓപ്ഷൻ എ ആണ്, ക്ലീഫ്. എന്താണ്? സമുദ്ര തീരങ്ങളിലെ പാറക്കെട്ടുകളിൽ തുടർച്ചയായി തിരമാല അടിക്കുമ്പോൾ തിരശീലകൾ അപരദനത്തിലൂടെ നീക്കം ചെയ്യപ്പെടുന്നതിൻ്റെ ഫലമായി രൂപപ്പെടുന്ന ചെങ്കുത്തായ കരഭാഗമാണ്
എന്ത് ക്ലീഫ് എന്നറിയപ്പെടുന്നത്. താഴെ പറയുന്നവയിൽ പീച്ച് മണ്ണ് കാണപ്പെടുന്ന പ്രദേശം. ഓപ്ഷൻ എ ആണ്. ഇതിൽ ഓപ്ഷൻ എ ക്ലീഫ് അടയാളപ്പെടുത്തിയില്ല. ഓക്കെ, അപ്പോൾ പീറ്റ് മണ്ണ് കാണപ്പെടുന്ന പ്രദേശം ഏതാണ്? ഓപ്ഷൻ എ ആണ്, ഗുജറാത്ത് തീരപ്രദേശം. ഗുജറാത്ത് തീരപ്രദേശത്ത് കാണുന്ന മണ്ണാണ് പീച്ച് മണ്ണ്. അപ്പോൾ പീറ്റ് മണ്ണ് കാണപ്പെടുന്ന പ്രദേശം ഗുജറാത്ത് തീരപ്രദേശം. മലബാർ തീരപ്രദേശത്തും കൊങ്കൺ തീരപ്രദേശത്തും കാണുന്ന മണ്ണാണ് ലാറ്ററസ് മണ്ണ്. മലബാർ തീരപ്രദേശത്തും കൊങ്കൺ തീരപ്രദേശത്തും കാണുന്ന മണ്ണാണ് ലാറ്ററസ് മണ്ണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ് തീരപ്രദേശത്ത് കാണുന്ന മണ്ണാണ് കരിമണ്ണ്. അലൂവിയൽ സോയിൽ എന്ന് പറയും. കോസ്റ്റൽ അലൂവിയൽ സോയിൽ എന്ന് പറയും കരിമണ്ണ്. ഇനി അടുത്തത്, ഗ്രാമസ്വരാജിനെ സ്വയംഭരണ ഗവൺമെൻറ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഗ്രാമസ്വരാജിനെ സ്വയംഭരണ ഗവൺമെൻറ് എന്ന് വിശേഷിപ്പിച്ചത് ഓപ്ഷൻ ഡി ആണ്, ഗാന്ധിജി. അധികാര വികേന്ദ്രീകരണം ശക്തിപ്പെടുത്തുന്നതിനായി 1957 രൂപീകരിക്കപ്പെട്ട കമ്മിറ്റി ഏത്? ഓപ്ഷൻ ബി ആണ്, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. 2024 ഡിസംബർ 11 മുതൽ റിസർവ് ബാങ്കിന്റെ ഗവർണറായി ചുമതലയേറ്റത് ആര്? 2024 ഡിസംബർ 11 മുതൽ റിസർവ് ബാങ്കിന്റെ ഗവർണറായി ചുമതലയേറ്റത് ഓപ്ഷൻ സി ആണ്, സഞ്ജയ് മൽഹോത്ര. സഞ്ജയ് മൽഹോത്ര. ഇന്ത്യയുടെ 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഓപ്ഷൻ എ ആണ്, DY ചന്ദ്രചൂഡ്. ഇന്ത്യയുടെ 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു DY ചന്ദ്രചൂഡ്. അപ്പോൾ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇപ്പോഴത്തെ 51ാമത്തെയാണ് ചീഫ് ജസ്റ്റിസ് ഇപ്പോൾ നിലവിലുള്ളത്. അദ്ദേഹത്തിൻ്റെ പേരാണ് ജസ്റ്റിസ് സജീവ് ഖന്ന. ജസ്റ്റിസ് സജീവ് ഖന്നയാണ് ഇന്ത്യയുടെ 51ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. അദ്ദേഹം നവംബർ 2024 നവംബർ 11 അദ്ദേഹം 51ാമത്തെ ചീഫ് ജസ്റ്റിസായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത്. 2024 നവംബർ 11 51ാമത്തെ ചീഫ് ജസ്റ്റിസായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത്. അതിനു മുമ്പ് ഉള്ള ചീഫ് ജസ്റ്റിസ് ആയിരുന്നു DY ചന്ദ്രചൂഡ്. ഇനി 2025 ഇപ്പോൾ നിലവിലുള്ളത് ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായിയാണ്. അതായത് 2025 മെയ് 14, അതായത് ഇപ്പോൾ മെയ് 3 ആയിട്ടുള്ളൂ. മെയ് 14 ഇപ്പോൾ അടുത്ത ആഴ്ച 2025 മെയ് 14 ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി 52ാമത് ചീഫ് ജസ്റ്റിസായിട്ട് ചുമതലയേൽക്കും. ഇപ്പോൾ നിലവിലിപ്പോൾ ഉള്ളത് 51ാമത്തെ ചീഫ് ജസ്റ്റിസാണ്, ജസ്റ്റിസ് സജീവ് ഖന്ന. 2025 മെയ് 14 52ാമത്തെ ചീഫ് ജസ്റ്റിസ് ചുമതലയേൽക്കും. അദ്ദേഹത്തിൻ്റെ പേരാണ് ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി. അടുത്തത് 20ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു മാധ്യമത്തിൻ്റെ മർദ്ദം കൂടുമ്പോൾ അതിലൂടെ സഞ്ചരിക്കുന്ന ശബ്ദത്തിൻ്റെ പ്രവേഗം ഡാഷ് ആകുന്നു. ആൻസർ ഓപ്ഷൻ സി ആണ്, മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. ഒരു മാധ്യമത്തിൻ്റെ മർദ്ദം കൂടുമ്പോൾ അതിലൂടെ സഞ്ചരിക്കുന്ന ശബ്ദത്തിൻ്റെ പ്രവേഗത്തിന് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. ഇതാണ് ആൻസർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. 20 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്ന് ആൻസർ ചെയ്തത്. അതിനോടനുബന്ധമുള്ള ഫാക്ട്സും ഞാൻ ആൻസർ ചെയ്തു. ഇനി ഇതിൻ്റെ ബാക്കിയായിട്ട് ഉടനെ തന്നെ വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.